ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് +2 എക്കണോമിക്സ് ഓണ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മൈക്രോയിലെ ആദ്യത്തെ 4 ചാപ്റ്റേഴ്സും നമ്മൾ വരയ്ക്കാൻ പഠിച്ചിരിക്കേണ്ട ഗ്രാഫുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് PPC പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് നമ്മൾ എന്ത് ചെയ്യണം, വരയ്ക്കാൻ പഠിക്കണം. ഇതാ ഈ ഒരു ഷേപ്പിലാണ് പോവുക, കോൺകേവ് ഷേപ്പാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവണം. ചിലപ്പോൾ ഇതുപോലെ ഒരു ഡേറ്റ തന്നിട്ട് നമ്മുടെ ടേബിൾ തന്നിട്ട് നമുക്ക് ഇത് വെച്ചിട്ട് വരയ്ക്കാനും ചോദിക്കാറുണ്ട്. അപ്പോൾ അത് നമ്മൾ പഠിച്ചിട്ട് പോകണം. അതുപോലെ തന്നെ ഇതിനോടൊപ്പം ഞാൻ വച്ചിരിക്കുകയാണ്. അപ്പം സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കുന്ന സംഭവമാണ് PPC ിലുള്ള ഏതൊരു പോയിന്റ് എന്തായിരിക്കും, ഫുൾ ആൻഡ് എഫിഷ്യൻറ്റ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആണ്. ഓക്കെ, PPCക്ക് പുറത്തുള്ള പോയിന്റ് എല്ലാം എന്തായിരിക്കും, ഗ്രോത്ത് ഓഫ് റിസോഴ്സസ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ PPCക്ക് അകത്തുള്ള പോയിന്റ് എന്തായിരിക്കും, അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആണ്. ഓക്കെ, ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചായിരുന്നല്ലോ അല്ലേ. അപ്പോൾ ഇത് PPC ഇതുപോലെ ഒരു ഗ്രാഫ് തന്നിട്ട് ഇതൊക്കെ ബ്ലാങ്ക് ആയിട്ട് വിടും, ഈ പോയിന്റ്സ് ഒക്കെ. ഓക്കെ, അതൊക്കെ നമുക്ക് ഫില്ല് ചെയ്യാൻ ചോദിക്കാറുണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ഫില്ലിംഗ് എന്ന് പറയുന്നത്. ഗ്രോത്ത് ഓഫ് റിസോഴ്സസ് ആണ് PPCക്ക് പുറത്തുള്ള ഏതൊരു പോയിന്റ്, PPCയിലുള്ളത് ഫുൾ ആൻഡ് എഫിഷ്യൻറ്റ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, അകത്തുള്ളത് അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. ഇനി അതുപോലെ ഈ ഒരു ചാപ്റ്ററിന് പഠിക്കേണ്ടതാണ് നമ്മുടെ MOC, ദാറ്റ് ഈസ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അല്ലേ. MOC കൂടുകയാണെങ്കിൽ PPC കോൺകേവ് ഷേപ്പാണ്, MOC കുറയാണെങ്കിൽ PPC കോൺവെക്സ് ഷേപ്പാണ്. ഓക്കെ, വെക്സ് എന്ന് പറഞ്ഞാൽ കോൺവെക്സ് ആണ്. ഇനി MOC കോൺസ്റ്റന്റ് ആയിട്ട് മീൻസ് ഒരു മാറ്റം ഇല്ലാതെ നിൽക്കുകയാണെങ്കിൽ PPC ഒരു ലീനിയർ, ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഇനി രണ്ടാമത്തെ ചാപ്റ്ററിലോട്ട് നമ്മൾ പോകുമ്പോൾ അവിടെ നമ്മൾ ഈ ഒരു ഗ്രാഫ് ഐഡന്റിഫൈ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അതായത് ഈ ഒരു ഗ്രാഫ് നിങ്ങൾ മനസ്സിൽ പതിപ്പിച്ചോളൂ. കാരണം ഇങ്ങനെ ഇത് ഏതാണെന്ന്, ഈ ലൈൻ ഏതാണ്, TU ടോട്ടൽ യൂട്ടിലിറ്റി ആണ്. ഓക്കെ, ടോട്ടൽ യൂട്ടിലിറ്റി അഥവാ മൊത്തം ഉപയുക്തതാണ്. ഈ ഒരു സ്ട്രൈറ്റ് ലൈൻ, താഴോട്ട് പോകുന്ന സ്ട്രൈറ്റ് ലൈൻ ഏതാണ്, മാർജിനൽ യൂട്ടിലിറ്റി ആണ്, മീൻസ് സീമാന്ത ഉപയുക്തത. ഇത് നമ്മുടെ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്ന ആ ഒരു തിയറി ബേസ് ചെയ്ത് വരുന്ന ഒരു ഗ്രാഫാണ്. അപ്പോൾ ഈ ഒരു ഗ്രാഫ് എന്താണെന്നുള്ളത് അറിഞ്ഞിട്ട് പോവുക. ഇനി അതുപോലെ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് ഇൻഡിഫറൻസ് കർവ്, IC എന്ന് ഷോർട്ട് ഫോമിൽ എഴുതിയിരിക്കുകയാണ്. എന്ന് പറയുമ്പോൾ നിസ്സംഗത വക്രം അല്ലേ. അത് നമ്മൾ ഇതാണ് IC എന്ന് പറയുന്നത്, ഇങ്ങനെ പോകുന്ന ഒരു കർവാണ് എന്താ, ഇൻഡിഫറൻസ് കർവ്. ചിലപ്പോൾ ഇതുപോലെ ഈ ടേബിൾ തന്നിട്ട് എന്ത് ചെയ്യാം, വരയ്ക്കാൻ വേണ്ടിയിട്ട് ചോദിക്കാം. ഓക്കെ, ഇനി നമ്മൾ എവിടെയും പഠിക്കുന്നുണ്ട് ICയിലുള്ള ഏതൊരു പോയിന്റും, ഇൻഡിഫറൻസ് കർവിലുള്ള ഏതൊരു പോയിന്റ് എന്താണ്, എഫിഷ്യൻറ്റ് ബണ്ടിലാണ്. അതുപോലെ ICക്ക് പുറത്തുള്ള ഏതൊരു പോയിന്റ്, ഇവിടെയൊക്കെ ഏത് പോയിന്റ് എടുത്താലും സുപ്പീരിയർ ബണ്ടിൽ അഥവാ പ്രിഫേർഡ് ബണ്ടിൽ എന്ന് നമ്മൾ പറയാറുണ്ട്. ഇനി ICയുടെ താഴെയുള്ള ഇവിടെ ഏതൊരു പോയിന്റ് എടുത്താലും ഏതാണ്, ഇൻഫീരിയർ ബണ്ടിലാണ്. ഓക്കെ, ഇതൊക്കെ എന്തിനാ പറയുന്നത്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാൻ ചോദിച്ചേക്കാം. അടുത്ത് നമ്മൾ പഠിക്കേണ്ടതാണ് ബഡ്ജറ്റ് ലൈൻ. ഓക്കെ, ബഡ്ജറ്റ് രേഖ നമ്മൾ വരയ്ക്കാൻ പഠിക്കണം. മീൻസ് ഇതാണ്, ഇങ്ങനെ എക്സും Y ആക്സിസ് ഉണ്ട്, ഈ സ്ട്രൈറ്റ് ലൈൻ കാണുന്നില്ലേ, ഇതാണ് എന്ത്, ബഡ്ജറ്റ് ലൈൻ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അതും ഇതുപോലെ ഡേറ്റ തന്നിട്ട് നമുക്ക് വരയ്ക്കാൻ ചോദിക്കാം ഇത് വെച്ചിട്ട്. ഓക്കെ, അപ്പം അത് നമ്മൾ അറിഞ്ഞിരിക്കണം, ബഡ്ജറ്റ് ലൈൻ എങ്ങനെയാണ്, അതിൻ്റെ ഷേപ്പ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി നമ്മൾ എവിടെയും പഠിക്കുന്നുണ്ട്, ബഡ്ജറ്റ് ലൈനിലുള്ള ഏതൊരു പോയിന്റും എഫിഷ്യൻറ്റ് എന്താണ്, ബണ്ടിലാണ്. ഇനി ബഡ്ജറ്റ് ലൈന് പുറത്തുള്ളത് സുപ്പീരിയർ ബണ്ടിൽ അഥവാ പ്രിഫേർഡ് ബണ്ടിലാണ്. ബഡ്ജറ്റ് ലൈൻ അകത്തുള്ളത് എന്താണ്, ഇൻഫീരിയർ ബണ്ടിലാണ്. നമ്മുടെ IC പറഞ്ഞില്ലേ, ഇൻഡിഫറൻസ് കർവ് പറഞ്ഞില്ല, ഇതാ ഇപ്പുറത്ത് കാണുന്നില്ലേ, ഇതേ സെയിം തന്നെയാണ് അവിടെയും നെയിംസ് എവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, സ്ട്രൈറ്റ് ലൈൻ ആണെന്നുള്ളൊരു വ്യത്യാസം വരുന്നുള്ളൂ. ഓക്കെ അല്ലേ. പിന്നെ ടെക്സ്റ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ബഡ്ജറ്റ് ലൈൻ ഉണ്ടാകുന്ന ഷിഫ്റ്റുകൾ. അതിപ്പം നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഈ ഗ്രാഫുകളൊക്കെ ഒന്ന് നോക്കി വെക്കുക, ടെക്സ്റ്റിൽ ഉണ്ട്. അത് എന്താ നോക്കി, എവിടെ ഇൻകം, M എന്ന് പറയുന്നത് ഇൻകം, വരുമാനമാണ്. വരുമാനം കൂടുമ്പോൾ ബഡ്ജറ്റ് ലൈൻ ഇങ്ങോട്ട് പോകുന്നു, വരുമാനം കുറയുമ്പോൾ ഇങ്ങോട്ട് പോകുന്നു, മീൻസ് ഡൗൺവേർഡ് ഷിഫ്റ്റ് ഉണ്ടാവുന്നു. P1ൻ്റെ വില കൂടുമ്പോൾ ഇങ്ങനെയാണ്, P1ൻ്റെ വില കുറയുമ്പോൾ ഇങ്ങനെയാണ്, P2ൻ്റെ വില കൂടുമ്പോൾ താഴോട്ട് വരുന്നു, P2ൻ്റെ വില കുറയുമ്പോൾ മുകളിലോട്ട് പോകുന്നു. ഈ ഒരു സംഭവമില്ലേ, ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വൺ വേർഡിന് വരെ ചോദിക്കാറുണ്ട്. മീൻസ് ഒറ്റ സെൻറ്റൻസ് ആയിട്ട് P1ൻ്റെ വില കുറയുമ്പോൾ ബഡ്ജറ്റ് ലൈൻ എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ആണ് ഉണ്ടാവുക. അപ്പോൾ ഇത്രയും ഗ്രാഫുകൾ നമ്മൾ ബഡ്ജറ്റ് ലൈൻ എങ്ങനെയൊക്കെയാണ് ഷിഫ്റ്റ് ഉണ്ടാവുന്നതെന്ന് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എന്താ പറ്റൂ, അത് എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ ഈ വീഡിയോ പോസ് ചെയ്തൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക, ഈ ഒരു പേജ് കണ്ടോ. ഇത് കാരണം ഈ ഒരു പേജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ, ഈ ഒരു ലെവലിൽ നിന്ന്, ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇനി ഇത്രയും ചേർത്ത് ഗ്രാഫുകളൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ട് SAQ 8 മാർക്കിന് ചോദിക്കാറുള്ളതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, ഈ ഒരു പേജ് നിങ്ങൾക്ക് വാല്യുബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഇത് എന്ത് ചെയ്യുക, സ്ക്രീൻഷോട്ട് എടുത്ത് പഠിച്ചു വെക്കുക. ഞാനിവിടെ ഷോർട്ട് ഫോമായിട്ടാണ് എഴുതിയിട്ടുള്ളത് കേട്ടോ. കൂടുകയും കുറയുകയും ചെയ്യുന്ന ആരോ മാർക്സ് ഒക്കെ മനസ്സിലാക്കുക. ഓക്കെ അല്ലേ. അപ്പോൾ ഇത് ഒന്ന് എന്ത് ചെയ്യുക, സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഇത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് പബ്ലിക് എക്സാം വരെ ഈ ഒരു പേജ് നിങ്ങൾക്ക് ഒരു അസറ്റ് തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ ഇതെന്ത് ചെയ്യുക, കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ചിട്ട് പോവുക. ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് നമ്മുടെ ഡിമാൻഡ് കർവ് അല്ലേ. ഡിമാൻഡ് കർവ് കണ്ടാൽ ഇങ്ങനെയാണ് ഡിമാൻഡ് കർവ് അല്ലേ. ഒരു ഡൗൺവേർഡ് സ്ലോപ്പ് ചെയ്ത് വരുന്നതാണ്, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് അല്ലേ. ഈ ഒരു ടോപ്പിൽ നിന്ന് ബോട്ടത്തിലോട്ട് വരുന്നതാണ്, ഇങ്ങനെയാണ് പോകുന്നത് ഡിമാൻഡ് കർവ്. പക്ഷേ ഇത് ഡേറ്റ തന്നിട്ട് ഇതുപോലെ ഇത് വെച്ചിട്ട് വരയ്ക്കാൻ ചോദിക്കാറുണ്ട്. ഓക്കെ അല്ലേ. അതുപോലെ ഇത് കണ്ടായിരുന്നു എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഡിമാൻഡിലുള്ള മാറ്റങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൽ എക്സ്പാൻഷൻ സംഭവിക്കുമ്പോഴുള്ള മാറ്റമാണിത്,
കോൺട്രാക്ഷൻ സംഭവിക്കുമ്പോഴുള്ള മാറ്റമാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇത് നോക്കുമ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരാൻ ടെക്സ്റ്റിൽ കൃത്യമായിട്ട് വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യുക, കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക. നമ്മുടെ ഡിമാൻഡ്, നമ്മുടെ ചോദനത്തിനുണ്ടാവുന്ന മാറ്റങ്ങളാണ്, 2 മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്, നമ്മുടെ എക്സ്പാൻഷനും കോൺട്രാക്ഷനും ഒക്കെ. അപ്പോൾ അതെന്ത് ചെയ്യുക, അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. അത് 2 ഗ്രാഫുകളുണ്ട്, അപ്പോൾ അത് കൃത്യമായിട്ട് രണ്ടും പഠിക്കുക. ഇതെന്ന് പറയുന്നത് നമ്മൾ ആദ്യം പറയുന്നില്ലേ മൂവ്മെൻറ്റ് പറയുന്നില്ലേ, അതിലുള്ള 2 ഗ്രാഫുകളാണ്. അതോടൊപ്പം തന്നെ ഷിഫ്റ്റ് ഓഫ് ദ ഡിമാൻഡ് കർവ് എന്ന് പറഞ്ഞിട്ടും ഡിമാൻഡിൽ ചേഞ്ച് പഠിക്കുന്നുണ്ട്. അന്നേരം ഇൻക്രീസും ഡിക്രീസുമാണ് സംഭവിക്കുന്നത് ഈ ഗ്രാഫുകൾ. അപ്പം ഇതിപ്പോൾ പറയുമ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായി കാണും. ഞാൻ ഒന്നും പറയുന്നില്ല. നോക്കിയേ, ചേഞ്ചസ് ഇൻ ഡിമാൻഡ് എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടോപ്പിക്കുണ്ട്, ചോദനത്തിലെ മാറ്റം എന്ന് പറഞ്ഞിട്ട്. അതിനകത്ത് ഈ 4 ഗ്രാഫുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, പ്രധാനമായിട്ട് 2 ടൈപ്പ് ചേഞ്ച് ആണ് ഉള്ളത് ഡിമാൻഡിന്. മൂവ്മെൻറ്റ് അലോങ് ദ ഡിമാൻഡ് കർവും ഷിഫ്റ്റ് ഓഫ് ദ ഡിമാൻഡ്. ഓക്കെ, അതിൽ ഓരോന്നിനകത്തും 2 ഗ്രാഫ് വെച്ച് മൊത്തം 4 ഗ്രാഫ് ആ ഒരു ടോപ്പിക്കിനകത്ത് പഠിക്കാനുണ്ട്. ആ 4 ഗ്രാഫ് ഒന്ന് പഠിച്ചിട്ട് പോവുക. ഷോർട്ടസ്റ്റ് ലെവൽ ആ ടോപ്പിക്ക് ചോദിക്കുമ്പോൾ ഈ ഗ്രാഫുകളോട് പഠിക്കേണ്ടതുണ്ട്. അതിനാണ് ഈ ഒരു ഗ്രാഫിൻ്റെ കാര്യം പറഞ്ഞത്. ഇനി ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് ഈ 5 ഗ്രാഫുകൾ കേട്ടോ. ഇത് വരച്ചപ്പോൾ തെറ്റിയതാണേ, സോറി. ഇതാ ഈ 1 2 3 4 5 ഇലാസ്റ്റിസിറ്റിയുടെ ഗ്രാഫുകളാണ്. ഇലാസ്തികത അല്ലേ, നമുക്കറിയാം. ഓർത്ത് വയ്ക്കുക, ഇലാസ്റ്റിസിറ്റി ഇൻഫിനിറ്റ് ആകുമ്പോൾ പെർഫെക്റ്റ് ഇലാസ്റ്റിക് ഡിമാൻഡ് 0 ആകുമ്പോൾ പെർഫെക്റ്റ് ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് 1 ആകുമ്പോൾ യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ്. ദെൻ അടുത്ത ഇലാസ്റ്റിസിറ്റി 1 കൂടുമ്പോൾ എന്തായിരിക്കും, നമ്മുടെ ഹൈ ഇലാസ്റ്റിക്. ദെൻ അതുപോലെ ഇനി ഇത് ലെസ് ഇലാസ്റ്റിക് ആണ് 1 കുറയുമ്പോൾ. ഇത് 5ഉം കൃത്യമായിട്ട് വരച്ച് പഠിക്കണേ. ഇത് ഉറപ്പായിട്ടും ഒരു 5 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അന്നേരം നമ്മൾ ഡെഫിനീഷൻസ് എല്ലാം കൃത്യമായിട്ട് എഴുതണം. അതുപോലെ ഗ്രാഫുകൾ വരച്ചാലേ ഫുൾ മാർക്ക് കിട്ടത്തുള്ളൂ. ഇനി ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് ഈ ഒരു ഗ്രാഫ്. ഓക്കെ, കാരണം ഇത് പലതവണ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാ കാണുന്നുണ്ടല്ലോ, കൃത്യമായിട്ട് മനസ്സിലാക്കുക. നമ്മുടെ ഒരു ലീനിയർ ഡിമാൻഡാണ് ഇവിടെ കാണുന്നത്. ഈ ഡിമാൻഡ് കർവിലെ ഇലാസ്റ്റിസിറ്റി മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെടുത്ത് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് മാർക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളാണ് മക്കളെ, വേറെ ഒന്നുമില്ല. നോക്കിയേ, ഈ കാണുന്നില്ലേ, ഈ നടുക്കത്തെ പോയിന്റ് നമ്മൾ അങ്ങോട്ട് മാർക്ക് ചെയ്യുക. നടുക്ക് കാണുന്ന പോയിന്റ് യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ്, അതായത് അവിടെ ഇലാസ്റ്റിസിറ്റി 1 ആണ്. ഓക്കെ, നടുക്ക് കാണുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ടോപ്പിലുള്ളതാണ് പെർഫെക്റ്റ് ഇലാസ്റ്റിക് ഡിമാൻഡ്, ഇലാസ്റ്റിസിറ്റി ഇൻഫിനിറ്റ് ആവുന്ന കണ്ടീഷൻ. അതുപോലെ താഴെ കാണുന്നത് ഇലാസ്റ്റിസിറ്റി 0 ആവുന്നതാണ് എന്ന് പറയുമ്പോൾ പെർഫെക്റ്റ് ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. ഇനി ഈ ആദ്യം കാണുന്നത് ഇതിന് രണ്ടിനിടയിലുള്ള ഫസ്റ്റ് പോർഷനാണ് നമ്മുടെ ഹൈ ഇലാസ്റ്റിക് ഡിമാൻഡ്. ഇലാസ്റ്റിസിറ്റി 1 ഇത് 1 ആണ്, 4 പോലെ തോന്നുന്നുണ്ട് അല്ലേ, 1 ആണ്. ഓക്കെ, ഇലാസ്റ്റിസിറ്റി 1 കൂടുന്നൊരു സിറ്റുവേഷൻ. അതുപോലെ ഈ താഴെ കാണുന്ന ലെസ് ഇലാസ്റ്റിക് ഡിമാൻഡ്, ഇലാസ്റ്റിസിറ്റി 1 കുറയുന്ന ഒരു സിറ്റുവേഷൻ. 5 ഇലാസ്റ്റിസിറ്റി അവിടെ നമ്മൾ ഒറ്റ ഡിമാൻഡ് കർവിൽ മാർക്ക് ചെയ്തിരിക്കുകയാണ്. യൂണിറ്ററി ഇലാസ്റ്റിക്, പെർഫെക്റ്റ് ഇലാസ്റ്റിക്, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്, പിന്നെ ഹൈ ഇലാസ്റ്റിക്, ലെസ് ഇലാസ്റ്റിക്. ഇത് ഉറപ്പായിട്ടും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എളുപ്പത്തിൽ നമുക്ക് മാർക്ക് ചെയ്ത് വെച്ചാൽ മതി, വരച്ചൊന്ന് മാർക്ക് ചെയ്യുക, അത്രയേ ഉള്ളൂ. പക്ഷെ മാറിപ്പോവരുത്, കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ചിട്ട് തന്നെ പോകണം കേട്ടോ. മൂന്നാമത്തെ പാഠത്തിലോട്ട് വരുമ്പോൾ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് ഇല്ലേ, അതിൽ നമുക്ക് പഠിക്കുന്ന ഒരു ഫസ്റ്റ് ടേമാണ് ഐസോകോണ്ട് അല്ലേ. ഇൻഡിഫറൻസ് കർവ് പോലെ തന്നെയാണ് ഐസോകോണ്ട് നമ്മൾ വരയ്ക്കേണ്ടത്. കണ്ടില്ലേ, ഇങ്ങനെ ഒരു കർവ് അങ്ങ് വരച്ചു കൊടുത്താൽ മതി, അതാണ് ഐസോകോണ്ട്. ഐസോകോണ്ടും ഇതുപോലെ ഒരു ഡേറ്റ തന്നിട്ട് നമുക്ക് ഇത് വച്ചിട്ട് വരയ്ക്കാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ഐസോകോണ്ട് കൃത്യമായിട്ട് വരച്ച് പഠിക്കുക. ഇൻഡിഫറൻസ് കർവ് വരയ്ക്കുന്ന അതേ സെയിം തന്നെയാണ്, പ്രശ്നമൊന്നുമില്ല. ഇനി ഒരിക്കലും നിങ്ങൾ മിസ്സാക്കരുത് TP-MP-AP ഗ്രാഫുകൾ. കാരണം ഇതിങ്ങനെ വച്ചിട്ട് തന്നെ എവിടെ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്, ഇതൊക്കെ ഏതാണെന്ന്, എവിടെ ക്വസ്റ്റ്യൻ മാർക്കൊക്കെ ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അപ്പോൾ ഇത് നമുക്ക് കൺഫ്യൂഷൻ ആകരുത്. വേറെ ഒന്നുമല്ലേ, നോക്കൂ, TP എന്ന് പറയുന്നത് എവിടെ ഒറിജിനിൽ നിന്ന് ഇങ്ങനെ പോകുന്നതാണ് TP. ഓക്കെ, അത് നമ്മൾ അങ്ങനെ തന്നെ പഠിക്കുക. TP എന്താണ്, ടോട്ടൽ പ്രോഡക്റ്റ് ആണ്. ഓക്കെ, ഇനി ഈ ഒറിജിനിൽ നിന്ന് ഇങ്ങനെ പോകുന്ന താഴോട്ട് വരുന്നതാണ് MP, മാർജിനൽ പ്രോഡക്റ്റ്. ദെൻ എവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നില്ലേ, അതാണ് AP, ആവറേജ് പ്രോഡക്റ്റ്. ഇത് കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകണം, TP-AP-MP കേട്ടോ. കാരണം ഇത് നമ്മുടെ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ നമ്മൾ എസ്സേ എഴുതുന്ന സമയത്ത് നമുക്ക് ഈ ഗ്രാഫ് ആവശ്യമുള്ള സംഭവമാണ്. അല്ലെങ്കിൽ ഇത് ചോദിക്കാറുണ്ട്, എങ്ങനെയെങ്കിലുമൊക്കെ ഈ ഗ്രാഫ് നിങ്ങൾക്ക് നാളെ വരയ്ക്കേണ്ടി വരും ഉറപ്പായിട്ടും. അതുകൊണ്ട് തന്നെ ഈ TP-AP-MP എങ്ങനെയൊക്കെയാണ് ആ രേഖകൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോണേ. അതുപോലെ പ്രധാനമാണ് TC-യും TFC-യും TVC-യുടെയും
എന്താ പറയുക ഗ്രാഫുകൾ എന്ന് പറയുന്നത്. നമ്മുടെ കോസ്റ്റിൻ്റെ കണക്ക് നമ്മൾ 8 മാർക്ക് ചെയ്യില്ലേ, അന്നേരം നമ്മൾ വരയ്ക്കുന്ന ഗ്രാഫാണ് TC, TVC, TFCയുടെ ഗ്രാഫുകൾ. ഇതും സെപ്പറേറ്റ് ആയിട്ടൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട് പല ലെവലിൽ, 1 വേർഡിലും 2 മാർക്സിനൊക്കെ ചോദിക്കും. അപ്പോൾ ഈ സ്ട്രെയിറ്റ് ലൈൻ കാണുന്നില്ലേ, ഇതാണ് TFC, ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് അല്ലേ. പിന്നെ എന്താണ് ഈ ഒറിജിനൽ താഴെ നിന്ന് ഇങ്ങോട്ട് പോകുന്നതാണ് എന്ത്, TVC, ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്. ഇനി ഇതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നതാണ് എന്ത്, TC, ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇത് മൂന്നും എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഓർത്തിരിക്കുക. ഈ ചാപ്റ്ററിൽ നിന്ന് നമ്മൾ പഠിച്ച 2 ഗ്രാഫുകളും പ്രധാനമാണ്. TP, AP, MBയുടെ ഈ ഗ്രാഫ് ആൻഡ് അതുപോലെ തന്നെ TC, TFC, TVCയുടെ ഈ ഒരു ഗ്രാഫ്. ഇത് രണ്ടും കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക കേട്ടോ. അല്ലെങ്കിൽ ഇത് രണ്ടും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കൃത്യമായിട്ട് നമ്മൾ വരച്ച് പഠിച്ചിട്ട് തന്നെ പോകണം. ഓക്കെ അല്ലേ? 4th ചാപ്റ്റർ എക്സാമിന് ഉണ്ടെന്ന് നിങ്ങളുടെ ടീച്ചർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പഠിച്ചല്ലേ പറ്റൂ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പഠിക്കേണ്ടതാണ് നമ്മുടെ ടോട്ടൽ റവന്യൂ, TR നമ്മൾ പഠിക്കുന്നുണ്ട്. ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത് ഈ ഒരു സെൻറ്ററിൽ നിന്ന് കണ്ടോ ഇങ്ങോട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ടോപ്പിലോട്ട് പോകുന്ന ഒരു ലൈനാണ് TR, ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ ഈ കാണുന്നില്ലേ, ഇതാണ് പ്രൈസ് ലൈൻ. ഓക്കെ, പ്രൈസ് ലൈൻ P എന്ന് നമ്മൾ പറയും. അതുപോലെ തന്നെ ഇത് തന്നെയാണ് ആവറേജ് റവന്യൂ എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് മാർജിനൽ റവന്യൂ എന്നും നമ്മൾ പറയുന്നത്. P = AR = MR എന്ന് പറയുന്നുണ്ട്. ഇതിനെ തന്നെയാണ് നമ്മൾ ഡിമാൻഡ് എന്നും പറയുന്നത്. അത് വെട്ടിക്കോ കുഴപ്പമില്ല. ഇപ്പോൾ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കാം. P എന്ന് പറയുന്നത് പ്രൈസ് ലൈൻ, AR എന്ന് പറയുന്ന ആവറേജ് റവന്യൂ, MR എന്ന് പറയുന്ന മാർജിൻ റവന്യൂ. ഇത് മൂന്നും ഒരേ സംഭവം തന്നെയാണ്. TR ഇങ്ങോട്ട് പോകുന്നതാണ്. ഈ 3 സംഭവങ്ങളും എന്താണ്, ഈ ഒരു സ്ട്രെയിറ്റ് ലൈനാണ്. ഇത് രണ്ടും കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊള്ളണം. ഇത് 1 വേർഡ് സെക്ഷനിലൊക്കെ ചോദിച്ച് കണ്ടിട്ടുള്ള സംഭവങ്ങളാണ്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ essay ചോദ്യമാണല്ലോ, നമ്മുടെ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ essay ചോദിക്കാറുണ്ടല്ലോ. അന്നേരം പ്രോഫിറ്റ് മാക്സിമൈസേഷൻ അല്ലേ, ആ ഒരു ടോപ്പിക്കിനകത്ത് വരുന്ന ഗ്രാഫാണ് ഈ ഒരു ഗ്രാഫ്. ഇത് വ്യക്തമായും കൃത്യമായിട്ടും വരച്ച് പഠിച്ചിട്ട് തന്നെ പോകണം കേട്ടോ. 4ാമത്തെ പാഠം എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഗ്രാഫ് വരയ്ക്കേണ്ടി വരും, ഉറപ്പായിട്ടും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്രാഫ് എങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വരച്ച് പഠിച്ചിട്ട് പോവുക. പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, സപ്ലൈ എന്ന് പറയുന്നത് ഇങ്ങോട്ട് മീൻസ് ഡിമാൻഡ് നമ്മൾ എങ്ങനെയാണ് വരയ്ക്കുന്നത്, ഇങ്ങോട്ടാണ് വരയ്ക്കുക. അപ്പോൾ സപ്ലൈ എന്ന് പറയുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ്, ഇപ്പുറത്തെ വശത്തോട്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുക, സപ്ലൈ എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നുള്ളത്. ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് നമ്മുടെ സപ്ലൈ ജാമിതീയ രീതിയിൽ ജോമെട്രിക്കലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു 3 ഗ്രാഫുകളുണ്ട്. ഞാൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ചെയ്തപ്പോൾ അതിലും ലാസ്റ്റ് പറഞ്ഞിട്ടുള്ള ഗ്രാഫുകളാണ് ഈ 3 ഗ്രാഫുകൾ. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു വ്യക്തത ഉണ്ടാവില്ല, പക്ഷേ ഈ ചാപ്റ്ററിൽ ലാസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ഇന്നലെ സെപ്പറേറ്റ് വീഡിയോ ചെയ്തപ്പോഴും അതിൽ കൃത്യമായിട്ട് ഞാൻ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 3 ഗ്രാഫുകളും ഈ ഒരു ചാപ്റ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു 3 ഗ്രാഫും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇത്രയും ഗ്രാഫുകളാണ് നമ്മുടെ മൈക്രോ എക്കണോമിക്സിൽ നിന്ന് ആദ്യത്തെ 4 പാഠത്തിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പഠിച്ചിട്ട് പോകേണ്ടത്. ഈ ഒരു നോട്ടെന്ന് പറയുമ്പോഴേ ഞാൻ പഠിച്ചിരുന്ന ടൈമിൽ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു നോട്ടാണ്. ലാസ്റ്റ് എക്സാം ടൈം റിവിഷനൊക്കെ വേണ്ടി ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു നോട്ടാണ്. അപ്പോൾ ആ ഒരു ഉറപ്പിൽ നിന്ന് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. കാരണം ഈ ഒരു ഗ്രാഫിൽ നമ്മൾ ഇതുപോലെ നോട്ടൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്കത് ഫൈനൽ ഡേ വരെ, നമ്മൾ ഫൈനൽ എക്കണോമിക്സ് എക്സാം പബ്ലിക് എക്സാം എഴുതുന്നവരെ നമുക്കിതൊരു യൂസ്ഫുൾ ആയിട്ടുള്ള നോട്ടായിരിക്കും. അപ്പോൾ ഇതിൽ ഞാൻ കാണിച്ച ഓരോ ഗ്രാഫുകളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ സ്ക്രീൻഷോട്ടൊക്കെ എടുത്തിട്ട് കൃത്യമായിട്ട് വരച്ച് പഠിച്ച് പോവുക. ടെക്സ്റ്റിലൊക്കെ നോക്കി നന്നായിട്ട് വരച്ച് കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. ഈ ഗ്രാഫുകളെല്ലാം പ്രധാനമാണ്. എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ ഗ്രാഫ് വിട്ടിട്ട് വേറെ ഒരു കാര്യമില്ല, ഗ്രാഫുകളാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. താങ്ക് യു.